എൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെ വയസ്സിൽ ഒരു കൂട്ടായ്മയിൽ അവിടുത്തെ ആ ദേവദാസൻ ഒരു CSI പള്ളിയിലെ അച്ഛനാണ് അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ 8ാമത്തെ വയസ്സിൽ എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം വല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നു. എൻ്റെ ഉള്ളിൽ അന്ന് കയറിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. അന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം സ്വർഗത്തിലാണ് കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയാൽ മാത്രമേ കർത്താവിനെ കാണുവാൻ കഴിയൂ എന്ന എൻ്റെ ചിന്തയാണ് ആ ഒരു താല്പര്യത്തിന് വളരെ കാര്യമായിട്ട് കാരണമായി മാറിയത്. എന്നാൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഞാൻ പറയട്ടെ, കർത്താവിൽ വളരുവാൻ ആരംഭിച്ചപ്പോൾ, വചനം മനസ്സിലാക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന കർത്താവായ യേശുക്രിസ്തു സ്വർഗാദി സ്വർഗത്തിലോ ഭൂമിയിലോ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. ഒരു ആലയത്തിൽ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. സ്വർഗത്തിൽ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. കാരണം സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠമായി വാണരുളുന്നവനാണ് നമ്മുടെ അരുമനാഥൻ. എന്നാൽ ആ അരുമനാഥൻ നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി, വെറും ഒരു അടിമയ്ക്ക് സമമായി, ഒരു യാഗമൃഗമായി നമുക്ക് വേണ്ടി കണ്ടാൽ ആഗ്രഹിക്കത്തക്ക രൂപഗുണമില്ലാത്തവനായി, കോമളത്വമില്ലാത്തവനായി, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗമറിയുന്നവനായും നമ്മുടെ പാപം വഹിക്കുന്നവനായും പാപം ചുമക്കുന്ന കുഞ്ഞാടായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മെ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിൽ കയറി എന്ന് മാത്രമല്ല, കർത്താവ് നമ്മുടെ മധ്യസ്ഥനായി എന്നേക്കും നമുക്ക് വേണ്ടി സ്വർഗാദി സ്വർഗത്തിൽ അതിവസിക്കുന്നു എന്ന് മാത്രമല്ല, തന്നിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്ന സത്യത്തെ ഏറ്റെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആത്മാവിനാൽ അവരെ വീണ്ടും ജനിപ്പിച്ച് അവരെ തൻ്റെ സന്തതിയായി, സാക്ഷാൽ പിതാവായ ദൈവത്തിൻ്റെ സന്തതിയാക്കി മാറ്റി. മാത്രമോ, അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വിശ്വസിച്ചത് കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നു എന്നാണ്. എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്ന ഏവരുടെയും ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്ന, ദൃശ്യമായ പ്രതിമയാകുന്ന ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായവൻ യേശുക്രിസ്തു തന്നെ, കരുണാസമ്പന്നൻ, പാപമില്ലാത്തവൻ, പാപം ക്ഷമിക്കുന്നവൻ, സ്നേഹ സമ്പൂർണൻ, ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, ജീവന്റെ വെളിച്ചം, ജീവന്റെ സത്യം, സകല ജീവന്റെയും ആധാരമായവൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, കർത്താവുമായുള്ള ബന്ധത്തിൽ നാം വളർന്നു വരുമ്പോൾ, നാം ആ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ആത്മീക ജീവിതത്തിന്റെ ആരംഭകാലത്ത് വിശ്വസിച്ചതും അറിഞ്ഞതുപോലെയും അല്ല നാം വളരുവാൻ ആരംഭിക്കും. അന്ന് ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നടന്നു. ഇന്നും ശിശുവിനെ പോലെ തന്നെ നടക്കണം. പക്ഷേ പുരുഷനായ ശേഷമോ ആത്മീക പക്വത വരുമ്പോൾ ആ ശിശുത്വത്തെ മാറ്റി, ആ പ്രകൃതത്തെ മാറ്റി, പക്വതയോടെ വചനപ്രകാരമുള്ള സത്യത്തെ സ്വീകരിച്ചും ആ സ്വീകരിച്ച വചനപ്രകാരം നിലനിന്നും ആ വചനപ്രകാരം നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടും മുൻപോട്ട് പോകണം എന്ന സത്യം നമുക്ക് മനസ്സിലാവും. യേശുക്രിസ്തുവിന് മഹത്വം. അന്ന് വളരെയധികമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാണ്. വളരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ എന്തിനു പോയാലും എവിടെ പോയാലും സ്തോത്രം, ഹല്ലേലൂയ, കർത്താവേ മഹത്വം, യേശുപ്പാ സ്തോത്രം, ഇങ്ങനെയെല്ലാം ഉള്ളൊരു ശീലം അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്ന്. എന്നാൽ അന്ന് ഇല്ലാത്ത
ഒരു കാര്യം ഇന്നുണ്ട്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവെ എന്നെ കൈവിടരുതേ, കർത്താവെ എന്നെ കൈവിടരുതേ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം നമ്മെ പിന്തുടരുന്ന ഒരവസ്ഥ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത, എന്തോ ഒരു കുറവ് നമ്മെ പിന്തുടരുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൽ വളരുവാൻ ആരംഭിച്ചപ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ആരംഭിച്ചപ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും ആ സ്നേഹത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ, ആ ശൂന്യത, ആ ഭയം, എന്തെല്ലാം ഒരു 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 ഹിൻഡ്രൻസ്, ഒരു തടസ്സമായിട്ട് ഞാനും കർത്താവുമായുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നിയോ, അതെല്ലാം പെട്ടെന്നല്ല, പതിയെ പതിയെ കർത്താവിൽ വളരുന്നതിനനുസരിച്ച്, വചനം ഗ്രഹിക്കുന്നതിനനുസരിച്ച്, വചനത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനനുസരിച്ച്, വചനത്തിൽ കൂടുതൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് ഏൽപ്പിക്കുന്നതിനനുസരിച്ച് എന്നിൽ മാറ്റം വരാൻ ആരംഭിച്ചു. യേശുക്രിസ്തുവിന് മഹത്വം. ഈ മാറ്റം വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. മാറ്റം എപ്പോഴെല്ലാം വരുമോ അവിടെ ഒരു വിശുദ്ധീകരണം ഉണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. എവിടെ ഫലം കായ്ക്കുന്ന അനുഭവമുണ്ടോ അവിടെ ചെത്തി വെടിപ്പാക്കുന്ന അനുഭവവും ഉണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. നാം ഫലം കായ്ക്കുന്നു എങ്കിൽ ഒരുപക്ഷെ നാം 30 മേനി ഫലമായിരിക്കാം കായ്ച്ചത്. കർത്താവ് ഒരു 60 മേനി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാം 60 മേനി ഫലം കായ്ക്കുകയായിരിക്കാം. കർത്താവ് ഒരു 70 മേനി ആഗ്രഹിക്കുന്നുണ്ട്. 5 താലന്ത് കൊടുത്തവനോട് കർത്താവ് പ്രതീക്ഷിച്ചത് 5 കൂടെയാണ്. 2 കൊടുത്തവനോട് കർത്താവ് 2 കൂടെ പ്രതീക്ഷിച്ചു. 1 കൊടുത്തവനോട് കർത്താവ് 1 പ്രതീക്ഷിച്ചോളൂ. പക്ഷെ ആ വ്യക്തി വിശ്വസ്തനല്ലാതെ പോയി. ആ വ്യക്തിക്ക് കർത്താവുമായി ഒരു ബന്ധം ഇല്ലാതെ പോയി. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്തു വീണു. നല്ല നിലത്താണ് വീണതെങ്കിലും ചിലത് 30% കൊടുത്തോളൂ. അതായത് 100 മാർക്കിൽ 35 വേണം പാസ്സാകാൻ. ഇവിടെ 30 ഉള്ളൂ. എങ്കിലും കർത്താവ് ഒരു ഗ്രേസ് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുന്നത് പോലെ ആ 30നും കർത്താവ് വില കൽപ്പിക്കുന്നു. ചിലർ 60, ചിലർ 100. ഞാൻ ആ വചനം വായിച്ചിട്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ എത്ര ശതമാനം അങ്ങേക്ക് ഫലം തരുന്നുണ്ട്? ഞാൻ എന്നെ തന്നെ ഒന്ന് വാസ്തവമായി ഒന്ന് വിലയിരുത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ 30% അടുപ്പിച്ചായോ എന്ന് എനിക്കൊരു സംശയം കാര്യമായിട്ട് ഉണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. അതായത് ഞാൻ ഇനിയും ചെത്തി വെടിപ്പാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് എന്നിൽ കർത്താവ് ഇനിയും ഫലം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവനെ, ഈ ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ തികഞ്ഞ സ്നേഹമുള്ളിടത്ത് ഈ ചെത്തി വെടിപ്പാക്കൽ എന്ന പ്രക്രിയ വളരെ അനുഗ്രഹപൂർണമായിരിക്കും. യേശുക്രിസ്തുവിന് മഹത്വം. എന്നാൽ കാരണം എന്താണ്? കാരണം തികഞ്ഞ സ്നേഹമുള്ളിടത്ത് ഭയത്തിന് കാര്യമില്ല. തികഞ്ഞ സ്നേഹമുള്ളിടത്ത് പാപത്തിന് കാര്യമില്ല. തികഞ്ഞ സ്നേഹമുള്ളിടത്ത് പിശാചിന് കാര്യമില്ല, പോരാട്ടത്തിന് കാര്യമില്ല, ബന്ധനത്തിന് കാര്യമില്ല, ഒരു മന്ത്രവാദത്തിനും കാര്യമില്ല, യാതൊരു പദ്ധതിക്കും കാര്യമില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് മാത്രമേ അവിടെ കാര്യമുള്ളൂ. തികഞ്ഞ സ്നേഹമുള്ള അടുത്ത് ഈ ലോകപ്രകാരമുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഈ ലോകപ്രകാരമുള്ള ചിന്തയോ ഒന്നും ഫലിക്കയില്ല, അല്ലെങ്കിൽ ഭരിക്കയില്ല. മറിച്ച് തികഞ്ഞ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹമുള്ളയിടത്ത് കർത്താവിൻ്റെ ചിന്ത മാത്രമേ നിലനിൽക്കത്തുള്ളൂ. യേശുക്രിസ്തുവിന് മഹത്വം. ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത് കൃപാവരങ്ങളിലൂടെയാണ് കർത്താവിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുന്നത്. നമ്മിൽ വെളിപ്പെടുന്ന കൃപാവരങ്ങളാണ് നമ്മെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്,
നാം എന്തോ ആണെന്നൊക്കെയുള്ള ഒരു ചിന്തയ്ക്ക് ആധാരമായിട്ടൊക്കെ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം, അത് നമുക്ക് തൻ്റെ സ്നേഹത്താൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ആ ശ്രേഷ്ഠ മാർഗത്തെയാണ് നാം അധികമായി വാഞ്ചിക്കേണ്ടതെന്ന് കർത്താവ് തൻ്റെ കൃപാവരങ്ങളിലൂടെ തന്നെ പഠിപ്പിച്ചെടുത്തു. കർത്താവ് കൃപാവരങ്ങളെ തള്ളിക്കളഞ്ഞില്ല. എന്നാൽ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മിൽ ഔദാര്യമായി ധാരാളമായി പകർന്നിരിക്കുന്ന തൻ്റെ കൃപാവരങ്ങളാൽ തൻ്റെ സ്നേഹത്തെ, തൻ്റെ വിശുദ്ധീകരണത്തെ, ക്രൂശിൽ നിവർത്തിച്ച ആ സത്യത്തെ വ്യക്തമായ നിലവാരത്തിൽ നമ്മോട് വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സമയമുണ്ടായിരുന്നു, ഞാൻ പലതും ആഗ്രഹിച്ചു നടന്നു. ഒരു സമയമുണ്ടായിരുന്നു, ഞാൻ പലതും ആഗ്രഹിക്കുകയും ആ ആഗ്രഹങ്ങളെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ എന്ത് വിശ്വസിച്ച് ചോദിച്ചാലും അങ്ങ് തരുമെന്നുണ്ടല്ലോ എന്നൊക്കെ കർത്താവിന് ട്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ, കർത്താവിനെ വചനം പഠിപ്പിക്കുന്ന രീതിയിൽ വചനം പറഞ്ഞ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ക്ഷമയോടെ, വളരെ സ്നേഹത്തോടെ, വളരെ കരുണയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ എന്നിൽ പകർന്നു തന്ന് ഒരു കാര്യം എന്നിൽ വെളിപ്പെടുത്തി. പ്രിയ മകനെ, നീ ഈ പറയുന്ന വചനമുണ്ടല്ലോ, അത് വെറും വചനമല്ല, അത് സാക്ഷാൽ ക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്നവനാണ് ക്രിസ്തു. വചനമാകുന്നവനെ വചനം പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമോ, അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഇല്ല. മാത്രമോ, തൻ്റെ മക്കൾക്ക് എന്തു വേണമെന്ന് ആ കർത്താവിനറിയാം. തൻ്റെ മക്കൾക്ക് തന്നെയാണ് ആവശ്യം. തൻ്റെ മക്കൾക്ക് തൻ്റെ ആത്മാവിനെയാണ് ആവശ്യം. തൻ്റെ മക്കൾക്ക് തൻ്റെ സ്നേഹമാണ് ആവശ്യം. തൻ്റെ മക്കൾക്ക് തൻ്റെ മാർവിടത്തിൽ ഒരു സ്ഥാനമാണ് ആവശ്യം എന്ന് തൻ്റെ മക്കൾ തിരിച്ചറിയുന്നതിനു മുമ്പേ, തൻ്റെ മക്കൾ തന്നോട് ശത്രുക്കളായിരിക്കുമ്പോഴേ അവർക്ക് വേണ്ടി കരുതിയ അരുമനാഥൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തേശുവിൽ തിരഞ്ഞെടുത്തവൻ, ആദ്യനും അന്ത്യനും ആയവൻ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. ആ അരുമനാഥനെ ഒന്നറിയുവാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എൻ്റെ അരുമനാഥൻ്റെ ജീവിത ശൈലിയെ, ചിന്താശൈലിയെ, ആ അരുമനാഥൻ്റെ പ്രവൃത്തികളെ എല്ലാം ഒന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കങ്ങ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിക്കാൻ ആരംഭിച്ചു. എനിക്ക് വാഹനങ്ങൾ വലിയ കമ്പമായിരുന്നു. ഓരോ വാഹനങ്ങളും കിട്ടുമ്പോൾ ഞാൻ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഓരോരോ നന്മകൾ ലഭിക്കുമ്പോൾ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നു എന്നെല്ലാം ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് എൻ്റെ പാപം ക്ഷമിച്ചാണ്. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ശരീരമാക്കി എന്നെ മാറ്റിയാണ്. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് തൻ്റെ ആത്മാവിനെ എന്നിൽ പകർന്നാണ്. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് ചേർത്താണ്. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് എന്നെ തൻ്റെ സന്തതിയായി ദത്തെടുത്താണ്. എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കുന്നത് തൻ്റെ രക്തത്താൽ എന്നെ കഴുകി
വിശുദ്ധീകരിച്ചാണ്. ഈ തിരിച്ചറിവ് വരാൻ വളരെ വളരെ വൈകി. എനിക്ക് അത് വൈകിയതായി അനുഭവപ്പെടുന്നു. പക്ഷേ എന്നെ പരിപാലിക്കുന്ന കർത്താവ്, മയങ്ങുകയും ഉറങ്ങുകയും ഇല്ലാത്ത കർത്താവ്, ആദ്യനും അന്ത്യനുമായ കർത്താവ്, ആരംഭവും അവസാനവും ഇല്ലാത്ത കർത്താവ്, ഒരു ഒരു രീതിയിലും ഒരു വംശാവലിക്കും അവകാശപ്പെടാൻ കഴിയാത്ത അരുമനാഥൻ യേശു ക്രിസ്തു, എൻ്റെ പ്രാണനാഥൻ, തക്ക സമയത്ത് സകലതും നിവർത്തിക്കുന്നവനാണ്. കാരണം കാലസമ്പൂർണതയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ ഈ ജീവനെ തന്നെ യാഗമായി, ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ, ഒരു അടിമയ്ക്ക് സമമായി സകലത്തെയും സൃഷ്ടിച്ചവൻ, സ്വർഗാദി സ്വർഗത്തിൽ പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആരുമനാഥൻ, വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന ഒരു ഇളയ തൈ പോലെ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം വാർന്നൊലിച്ചവനായി, സ്തോത്രം, നമുക്ക് ജീവകിരീടങ്ങളെ തരുവാനായി തൻ്റെ തലയിൽ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് നമ്മെ ആ തേജസ്സിന്റെ വസ്ത്രം അണിയിക്കുവാനായി, ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാത്തവനായി, തൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കുവാനായി, തൻ്റെ ചോര മുഴുവൻ വാർന്നൊലിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് ഞാൻ വിളിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ ആ നിലവിളിയെ ഏറ്റെടുത്ത്, എൻ്റെ ആ ബലഹീനത ഏറ്റെടുത്ത്, എൻ്റെ അരുമനാഥൻ സകലത്തെ നിവർത്തിയാക്കി എനിക്ക് വേണ്ടി ഒരു പുതിയ നിയമത്തെ തുറന്ന് ആ പഴയ നിയമത്തെ നിവർത്തിയാക്കി തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. വരുവിൻ യേശുവിൻ അരുകിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. ഹല്ലേലൂയ. വരുവിൻ യേശുവിൻ അരുകിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. ഒരു നാൾ നശ്വര ലോകേ വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിൻ അരുകിൽ, ഇത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് ഈ സത്യം എന്നെ പഠിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത മാർഗം ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത, ഒരു പ്രവാചകനും പറഞ്ഞു തരാൻ കഴിയാത്ത, ആർക്കും വഴി കാണിക്കാൻ കഴിയാത്ത ഒരു ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള, ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു മാർഗമായിരുന്നു. ആ മാർഗത്തിന്റെ പേരാണ് ദൈവവചനം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി വീണ്ടും ജനിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവാകുന്ന പ്രിയപ്പെട്ട പരിശുദ്ധ ആത്മാവ്, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, യേശു ക്രിസ്തുവാകുന്ന വചനത്തെ ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, ഭക്ഷിപ്പാൻ, ആ വചനം ഗ്രഹിച്ച്
കർത്താവിന്റെ ആത്മാവിലും കൃപയിലും വളർന്ന് കർത്താവിനെ കൂടുതലായി അറിഞ്ഞ് കർത്താവിന്റെ ഭാവവും കർത്താവിന്റെ സ്വഭാവവും കർത്താവിന്റെ മനസ്സും കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ സകല നിറവും കർത്താവിന്റെ സകല ശക്തിയും മഹത്വവും എല്ലാം നമ്മിൽ തികഞ്ഞ് ഒരു നാൾ നാം കർത്താവിനോടുകൂടെ അനുരൂപരായി കർത്താവിനോടുകൂടെ പരിപൂർണമായും ചേർന്ന് നാമും കർത്താവും ഒന്നായി ചേരുന്ന അനുഭവത്തിലേക്ക് വരുന്നതുവരെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വളർത്തി വചനത്തിൽ നമ്മെ പക്വതപ്പെടുത്തി നമ്മെ തേച്ച് മിനുക്കി നമ്മിലുള്ള കറ ചുളുക്കം മാലിന്യം വാട്ടം കോട്ടം എല്ലാം നമ്മിൽ നിന്ന് എന്നേക്കുമായി നീക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു ദിവസം കൊണ്ടുള്ള കാര്യമല്ല, 2 ദിവസം കൊണ്ടുള്ള കാര്യമല്ല, ചില ആഴ്ചകൾ കൊണ്ടുള്ള കാര്യമല്ല, ചില മാസങ്ങൾ കൊണ്ടുള്ള കാര്യമല്ല, ചില വർഷങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളല്ല. ഇത് നാം ഈ ഭൂമിയിലായിരിക്കുന്ന നാളത്രയും, നാം കർത്താവിന്റെ സന്തതിയായിരിക്കുന്ന നാളത്രയും, നമ്മുടെ ഓട്ടം തികയ്ക്കുന്ന നാളത്രയും ഈ രക്ഷയുടെ ഈ അനുഭവം നമ്മിൽ എന്നും ഈ പ്രോസസ് നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തുവിന് മഹത്വം. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. അതെ, നാമും അപ്രകാരം തന്നെ നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ക്രൂശിനെ അലക്ഷ്യമാക്കി, ആ ക്രൂശിലെ അപമാനത്തെ അലക്ഷ്യമാക്കി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി ദുഷ്ടന്റെ തലയെ തകർത്തു, സകലത്തെയും പരസ്യ കാഴ്ചയാക്കി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത്വത്തെ എന്നേക്കുമായി നീക്കി ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള വഴിയും സത്യവും ജീവനുമായി എന്നേക്കുമായി മാറി. ഈ കർത്താവ് തന്നെ ഒന്ന് വെളിപ്പെടുത്തി തരുവാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുവാനായിട്ട് കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു നിയോഗം തന്നു. കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു നിയോഗം തന്നു എന്ന് എനിക്കത് വ്യക്തമായി മനസ്സിലായി. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ഉള്ളിലുണ്ട് എങ്കിൽ കർത്താവ് ഒരു നിയോഗം തരുമ്പോൾ അത് തിരിച്ചറിയാൻ ആ വ്യക്തിക്ക് പറ്റും. കാരണം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ തിരിച്ചറിയുന്നു. യേശുക്രിസ്തുവിന് മഹത്വം. പണത്തിന് പണമുണ്ട്, വാഹനത്തിന് 1ഉം 2ഉം അല്ല വാഹനങ്ങൾ കയ്യിലുള്ളത്. എന്താഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു, ആരെയും പറ്റിക്കുന്നില്ല, ദശാംശം കൊടുക്കുന്നു, സുവിശേഷ വേല ചെയ്യുന്നു. പക്ഷെ കർത്താവിന് ഇതൊന്നും അല്ലായിരുന്നു നോട്ടം. കർത്താവിന്റെ നോട്ടം ഇതല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണ് ശരി. പ്രിയപ്പെട്ടവനെ, ഞാനും നിങ്ങളും കർത്താവിന് എത്ര കൊടുത്താലും കർത്താവ് നമുക്ക് വേണ്ടി തന്ന ജീവന് സമമായി ഒന്നുമില്ല. ഞാനും നിങ്ങളും ആയുഷ്കാലം മുഴുവൻ ഇരുന്ന് ഒരിടത്തിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാലും നന്ദി പറഞ്ഞാലും കർത്താവ് നമുക്ക് തന്നതിന് പ്രത്യുപകാരമായിട്ടൊന്നുമില്ല. കർത്താവും നാമുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഗീവ് ആൻഡ് ടേക്ക് ബന്ധം എന്ന് ആരും കരുതണ്ട. കർത്താവ് എനിക്ക് അത് തരുന്നു, ഞാൻ കർത്താവിന് അത് കൊടുക്കുന്നു. ചില വ്യക്തികൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എനിക്ക് ഈ കാര്യം ഒന്ന് സാധിച്ചു തന്നാൽ ഞാൻ ഇന്നതുപോലെ ഒരു നേർച്ച നേർന്നുകൊള്ളാം എന്നൊക്കെ. നമ്മുടെ അരുമനാഥനെ അങ്ങനെയൊന്നും മണിയടിക്കാൻ പറ്റത്തില്ല. ഞാനും കുറെ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവ് കൃപ തോന്നി നമ്മോട് ദയ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ദയയാണ് എന്ന സത്യത്തെ നാം ഒന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവനെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു, ഞാൻ കർത്താവിന് വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, കർത്താവിന് വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്ന മാർഗമെല്ലാം കറക്റ്റാണെന്ന്. പക്ഷേ
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഒരിക്കൽ എൻ്റെ കർത്താവ് എന്നോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ വെറും 12 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു അധ്യായം. ഞാൻ അത് പെട്ടെന്ന് വായിക്കാം എന്ന് കരുതി ഞാനതങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കർത്താവിൻ്റെ ആത്മാവ് അത് വീണ്ടും വായിപ്പിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കർത്താവിൻ്റെ ആത്മാവ് എന്നെ കൊണ്ട് അത് വീണ്ടും വായിപ്പിച്ചു. എനിക്ക് സന്തോഷം തോന്നി, ഒരു സംതൃപ്തി തോന്നി. ഞാനത് വീണ്ടും വായിച്ചു. എൻ്റെ ഉള്ളിലേക്ക് ആ വചനത്തെക്കുറിച്ചുള്ള ചിന്ത പതിയെ പതിയെ കയറി വരുവാൻ ആരംഭിച്ചു. ഓരോ വാക്കുകളിലും ഓരോ വാക്യങ്ങളിലും ഞാൻ എൻ്റെ അരുമനാഥനെ കാണാൻ ആരംഭിച്ചു. എൻ്റെ അരുമനാഥൻ നടന്ന രീതി, എൻ്റെ അരുമനാഥൻ ചിന്തിച്ച രീതി, എൻ്റെ അരുമനാഥൻ സംസാരിച്ച രീതി, എൻ്റെ അരുമനാഥൻ കടന്നുപോയ അവസ്ഥകൾ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യരൂപേണ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഞാനത് എത്ര നാൾ വായിച്ചു എന്ന്? എന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട്, എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ചിന്തയെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, എന്നെ പണിയുവാനായിട്ട്, എന്നെ ചെത്തി വെടിപ്പാക്കുവാനായിട്ട്, എന്നിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനായിട്ട് എൻ്റെ അരുമനാഥൻ എന്നെ കൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ആ 12 വാക്യങ്ങൾ 5 വർഷം, നീണ്ട 5 വർഷം അതെന്നെ കൊണ്ട് വായിപ്പിച്ചു. ചില സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും ഒന്നെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു സംതൃപ്തിക്കേട് വരും, ഒരു അസ്വസ്ഥത വരും. പെട്ടെന്ന് ഞാനത് തിരിച്ചു പോകും. എന്നിട്ട് ഞാനത് വായിക്കും. ഞാൻ അപ്പോൾ ചിന്തിക്കും, എനിക്ക് വല്ല മാനസിക പ്രശ്നമുണ്ടോ? ഞാൻ എന്തിനാ ഇത്രയും നാളുകളായിട്ട് ഒരു നോൺ സ്റ്റോപ്പായിട്ട് ഇത് തന്നെ വായിക്കുന്നത്? എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പഴയതുപോലെ അല്ല ഇപ്പൊ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും തന്നെ. ഞാൻ പഴയതുപോലെ അല്ല ദൈവവേല ചെയ്യുന്നത്. ഞാൻ പഴയതുപോലെ അല്ല. എന്നിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഈ മാറ്റം വന്നത് എന്നെ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ തൊഴിച്ചിട്ടോ, എന്നെ ശിക്ഷിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ, എന്നെ പേടിപ്പിച്ചിട്ടോ, എൻ്റെ പുറകെ ഏതെങ്കിലും പിശാചിനെയോ ബന്ധനത്തെയോ വിട്ടിട്ടോ അല്ല. സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ തന്നെ ക്രിസ്തേശുവാകുന്ന വചനത്തെ എന്നിൽ ബലാത്കാരേന കടത്തിവിട്ടിട്ടാണ്. ബലാത്കാരേന തന്നെ എന്നും എനിക്ക് പറയേണ്ടി വരും. കാരണം എൻ്റെ പ്രകൃതി എനിക്കല്ലേ അറിയാവൂ. ഞാനത് വായിക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചിന്തിച്ച ക്രിസ്തു അല്ല യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തു. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ക്രിസ്തുവാണ്. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് എന്നെ ജയത്തോടെ നടത്തുന്നവനാണ്. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് ശത്രുക്കൾ മുൻപാകെ തല ഉയർത്തി നിർത്തുന്ന ക്രിസ്തുവാണ്. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രം തരുന്ന ക്രിസ്തുവാണ്. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് പ്രവചിക്കുമ്പോൾ ഓരോരോ വാഗ്ദത്തങ്ങൾ കൊടുക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ ചിന്തിച്ച ക്രിസ്തു എന്ന് പറയുന്നത് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവാണ്. പക്ഷേ ഞാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ടുമുട്ടിയത് തീർത്തും വ്യത്യസ്തനെയായിരുന്നു. നമുക്കൊരു യബ്ബേസിനെ അറിയാം. പഴയ നിയമത്തിൽ യബ്ബേസ് ഒരു വ്യസനപുത്രനായിരുന്നു. എന്നാൽ തൻ്റെ വ്യസനം മാറിപ്പോകേണ്ടതിന് തൻ്റെ അമ്മ വളരെ വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ടാണ് യബ്ബേഴ്സിന് പേര് വന്നത്. ഇംഗ്ലീഷിൽ ജാബേഴ്സ് എന്ന് പറയും. യേശുക്രിസ്തുവിന് മഹത്വം. എന്നാൽ യബ്ബേസ് പ്രാർത്ഥിച്ചു, തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എൻ്റെ അരുമനാഥനെ ഞാൻ കണ്ടു. എൻ്റെ അരുമനാഥൻ വ്യസന പാത്രമായിരുന്നു. രോഗം അറിയുന്നവനും രോഗം ശീലിച്ചവനുമായിരുന്നു.
കർത്താവിനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം കർത്താവ് നിന്ദിതനായിരുന്നു. കർത്താവ് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചു. എന്നോട് എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ചോദിച്ചു, നോക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന കർത്താവിനെ ഒന്നും നോക്ക്. കർത്താവ് എവിടെയാണ് തൻ്റെ നിന്ന മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചത്? പകരം കർത്താവ് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ ഒരു യാഗമൃഗമായി ഇറങ്ങി വന്നു. കർത്താവ് ഈ ഭൂമിയിൽ ഒരു കെട്ടപ്പെട്ട ഒരു അടിമയെ പോലെ ഇറങ്ങി വന്നു. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായി വാണരുളുന്നവൻ, അത്ഭുത മന്ത്രിയായവൻ, നിത്യപിതാവായവൻ, സമാധാന പ്രഭുവായവൻ ഒരു കെട്ടപ്പെട്ട അടിമയായി ഇറങ്ങി വന്നു. അനേകം വിശേഷണങ്ങളുള്ള, ദൂതന്മാർക്ക് പോലും ഇല്ലാത്ത ആത്മാവുള്ളവൻ കെട്ടപ്പെട്ട അടിമയായി, വഴിയമ്പലത്തിൽ പ്രസവിച്ചിട്ടവനായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. എന്നോട് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായ രീതിയിൽ ഇടപെട്ടു. നിനക്ക് ഈ ഭാവം ഉണ്ടോ? ഡു യു ഹാവ് ദിസ് ക്രൈസ്റ്റ് ഇൻസൈഡ് യു? ഈ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ? ഈ ക്രിസ്തുവിന്റെ സ്വഭാവം, ഈ ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ ഉണ്ടോ എന്ന് എന്നോട് എൻ്റെ കർത്താവ് ചോദിച്ചു. ഇവിടെ ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഒരു ദൈവദാസൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയുടെ വളർച്ചയാണ് ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. തന്നെ കർത്താവ് എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു അതങ്ങോട്ട് വളർത്തുക, അതിലൂടെ പ്രസിദ്ധനാവുക, അല്ലെങ്കിൽ അതിലൂടെ എന്തൊക്കെയാണോ ആരെങ്കിലുമൊക്കെ തലയിൽ കൈവച്ചും അല്ലാതെ പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം തനിക്ക് തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് തോന്നുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിവർത്തിയാക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, മിനിസ്ട്രിയെ വളർത്തുക, കർത്താവിൽ പ്രസിദ്ധനാവുക, ലോകം മുഴുവൻ സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി പ്രസിദ്ധനാവുക എന്നെല്ലാമുള്ള ഉദ്യമവുമായി നടന്ന എന്നെ കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് ഭൂമിയിൽ വന്നത് മിനിസ്ട്രിയെ വളർത്തുവാനല്ല, കർത്താവ് സ്തോത്രം ശുശ്രൂഷ സ്വീകരിപ്പാനോ കർത്താവ് താൻ രാജാവെന്ന് തെളിയിക്കുവാനോ അല്ല വന്നത്, മറിച്ച് തൻ്റെ അരയിൽ ഒരു തോർത്തെടുത്ത് ഒരു തുണിയെടുത്ത് കെട്ടി കുനിഞ്ഞിരുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ ഒരു അടിമയെ പോലെ അവരുടെ കാല് കഴുകുന്നവനായിട്ട് തന്നെത്താൻ താഴ്ത്തി പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപാകെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ മൗനമായി ഈ സ്വർഗത്തിൽ ഒടുങ്ങാത്ത അരുമനാഥൻ മൗനമായി നിന്നു. ആ അരുമനാഥന്റെ എന്ത് സ്വഭാവമാണ് എന്നിൽ ഉള്ളത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദേഷ്യത്തോടെ അല്ല, വാശിയോടെ അല്ല, ഒരു മനുഷ്യൻ ചോദിക്കുന്നത് പോലെ അല്ല, ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടല്ല, 5 വർഷം കൊണ്ട് പതിയെ പതിയെ എനിക്ക് മനസ്സിലാവുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ ആരംഭിച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ സ്നേഹിച്ച ചില വസ്തുക്കൾ, ഞാൻ സ്നേഹിച്ച ചില കാര്യങ്ങൾ, ഞാൻ സ്നേഹിച്ച് ദൈവത്തിന്റെ ദാനമെന്ന് പറഞ്ഞു കൊണ്ട് നടന്ന കാര്യങ്ങൾ, ഞാൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഇട്ട ചില പദ്ധതികൾ എല്ലാം അത് എൻ്റെ മാത്രമാണ്. അത് കർത്താവിന്റെ പദ്ധതി അല്ല. കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഞാൻ കർത്താവിനെ പോലെ ജീവിക്കണം, ഞാൻ കർത്താവിനെ പോലെ ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി മാറ്റപ്പെടണം, ഞാൻ ക്രിസ്തുവിനോട് അനുരൂപനാകണം, ഞാൻ ക്രിസ്തുവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം, ഞാൻ ക്രിസ്തുവിന്റെ പാപക്ഷമ പ്രാപിക്കണം, എന്നിൽ ക്രിസ്തു വസിക്കണം, ഞാൻ കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാകണം, ഞാൻ കർത്താവിന്റെ സ്നേഹമെന്തെന്ന്, ആ സ്നേഹത്തിന്റെ ആഴമെന്തെന്ന്, ആ സ്നേഹത്തിന്റെ
സ്നേഹത്തിന്റെ വീതി എന്തെന്ന്, ആ സ്നേഹത്തിന്റെ ഉയരം എന്തെന്ന്, ആ സ്നേഹത്തിന്റെ സകല തരത്തിലുമുള്ള എന്തെല്ലാം ഉണ്ടോ, ആഴം, വീതി, നീളം, ഉയരം, എല്ലാം 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 അറിഞ്ഞ് മുൻപോട്ട് പോകണമെന്നതായിരുന്നു എൻ്റെ ദൈവത്തിന്റെ ആഗ്രഹം, എൻ്റെ യേശുപ്പച്ചന്റെ ആഗ്രഹം. എന്നെ സ്നാനപ്പെടുത്തിയിരിക്കുന്ന, എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ദൈവാത്മാവിന്റെ ആഗ്രഹം. യേശു ക്രിസ്തുവിന് മഹത്വം. ഈ സത്യം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കുവാൻ പതിയെ എന്നെ ഇടയാക്കി. ഫലം എന്താണെന്നറിയാമോ? ഞാൻ എന്തിൻ്റെ എല്ലാം പുറകെ പോയിരുന്നോ, ദൈവഹിതമാണ് എന്നെല്ലാം വിചാരിച്ച്, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് എന്തിൻ്റെ എല്ലാം പുറകെ പോയോ, അതെല്ലാം ഞാൻ അങ്ങ് മതിയാക്കാൻ ആരംഭിച്ചു. ഞാൻ എന്തിനെല്ലാം സ്നേഹിച്ചോ അതിനെല്ലാം ഞാൻ മതിയാക്കി. എൻ്റെ സ്നേഹം എൻ്റെ അരുമനാഥനിൽ തന്നെയാണ് എന്ന് ഉറപ്പാക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കാൻ ആരംഭിച്ചു. ഞാൻ നോക്കിയതല്ല കേട്ടോ, എന്നെ കൊണ്ട് എൻ്റെ കർത്താവ് നോക്കിപ്പിച്ചു. ഐ വാസ് ഫോഴ്സ്ഡ്. ഞാൻ നിർബന്ധിതനായി. ഒരു ബന്ധിക്കപ്പെട്ടവനെ പോലെ ഞാൻ നിർബന്ധിതനായി. യേശു ക്രിസ്തുവിന് മഹത്വം. ഒരു നല്ലൊരു വീട് വെച്ചു, കർത്താവ് കടമില്ലാതെ വയ്ക്കാൻ സഹായിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കടമില്ലാതെ വീട് വെച്ചതിനായി സ്തോത്രം കർത്താവേ, ഇനി എനിക്ക് വാടക വീട്ടിൽ കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാനല്ല കർത്താവിന്റെ പദ്ധതിയായിരുന്നത്. കർത്താവിനെ എന്നെ വീണ്ടും പഠിപ്പിക്കാനുണ്ടായിരുന്നു. കർത്താവ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കർത്താവ് ഇറക്കിയത് കൊണ്ട് തന്നെ എന്താ ദൈവമേ എന്നെ ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. കർത്താവേ എനിക്കത് തിരിച്ചു വേണം എന്നും ചോദിച്ചില്ല. കർത്താവേ എൻ്റെ പണം, എൻ്റെ അഭിമാനം, എൻ്റെ സാക്ഷ്യം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ വിലപിച്ചില്ല. കാരണം എൻ്റെ ഉള്ളിൽ ക്രിസ്തു വളരുകയായിരുന്നു. ഞാൻ കുറഞ്ഞു പോവുകയാണ് എന്നെനിക്ക് മനസ്സിലായി. എത്രത്തോളം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചോ അത്രത്തോളം എൻ്റെ പാപത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എത്രത്തോളം എൻ്റെ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കാൻ ആരംഭിച്ചോ എൻ്റെ പാപത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എത്രത്തോളം എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചോ എൻ്റെ ദൈവത്തിന്റെ മനസ്സെന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബലപ്പെടുത്തി. യേശു ക്രിസ്തുവിന് മഹത്വം. സ്വന്തം പ്രിയപ്പെട്ടവർ, രക്തബന്ധങ്ങൾ എല്ലാവരും എന്നെ ജനിപ്പിച്ച ആ ഗർഭപാത്രം പോലും എന്നെ തള്ളിക്കളഞ്ഞെടുത്ത് എന്നെ സ്നേഹിക്കാൻ കർത്താവിന്റെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, അപ്പനെയോ അമ്മയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് പകരം കർത്താവ് തരുമെന്ന വചനം പോലെ തന്നെ സ്നേഹിക്കുന്ന അമ്മയെ തന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. സ്നേഹിക്കുന്ന സഹോദരങ്ങളെ തന്നു, സ്നേഹിക്കുന്ന ദൈവമക്കളെ തന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്, എൻ്റെ അമ്മയാർ, എൻ്റെ അപ്പനാർ, എൻ്റെ സഹോദരങ്ങളാർ പിതാവിന്റെ വചനമനുസരിക്കുന്നവരത്രേ. യഥാർത്ഥ ബന്ധുത്വം ഈ ലോകപ്രകാരമുള്ള രക്തബന്ധമല്ല, മറിച്ച് ക്രിസ്തു വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളുമായിട്ടാണ് എന്ന സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്കറിയോ, പിന്നീട് ഒരിക്കലും പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, വസ്തുവകകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരണം എന്ന് ചിന്തിക്കാൻ പോലും പോയിട്ടില്ല. എനിക്ക് ഏറ്റ അപമാനത്തിന് പകരം എന്നെ മാനിക്കണം എന്ന് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥിക്കേണ്ട ആവശ്യവും എനിക്കില്ല. എന്നെ മാനിക്കണം എന്ന് എൻ്റെ ദൈവത്തോട് പറയേണ്ട ഒരാവശ്യവുമില്ല. കാരണം എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി അപമാനം സഹിച്ചു. എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി ആ സ്വർഗസിംഹാസനം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നു. എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലായിരുന്നു. എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി സകലതും സഹിച്ചു.
അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് അർഹതയാണുള്ളത് എന്നെ മാനിക്കണമെന്ന് പറയാൻ? എനിക്ക് എന്തെങ്കിലും മടക്കി കിട്ടണമെന്ന് പറയാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? എനിക്ക് ഒരു അർഹതയുമില്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മഹാകൃപ. കാരണം അയ്യോ, ഞാനൊരു പാപി പാപി പാപി. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തന്നല്ല, നിങ്ങൾക്ക് നീതി തന്നിട്ടല്ല, നിങ്ങളാണ് ശരിയെന്ന് നാട്ടുകാരുടെ മുമ്പിൽ തെളിയിച്ചിട്ടല്ല, നിങ്ങൾ എന്തോ സംഭവമാണെന്ന് തെളിയിച്ചിട്ടല്ല, നിങ്ങളെ മിനിസ്ട്രിയിൽ വളർത്തിയിട്ടല്ല, മറിച്ച് തൻ്റെ മാർവോട് ചേർത്ത് തൻ്റെ സന്തതിയായി തൻ്റെ സ്വഭാവത്തെ, തൻ്റെ മനസ്സിനെ നിങ്ങളിൽ പകർന്നു തന്ന് ക്രിസ്തുവിൻ്റെ ഭാവത്തെ തിരിച്ചറിഞ്ഞ്, ഈ ലോകത്ത് അന്യരും പരദേശിയുമാണ്, ഈ ലോകത്തെ ഒരു ന്യായവും ഒരു നീതിയും ഒരിക്കലും ന്യായവുമല്ല, നീതിയുമല്ല, ഇത് ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല എന്ന തിരിച്ചറിവോടുകൂടി കർത്താവാണ് എൻ്റെ അതിമഹത്തായ പ്രതിഫലം, കർത്താവ് മാത്രമാണ് എൻ്റെ നീതി എന്ന തിരിച്ചറിവോടുകൂടിയ ഒരു പക്വതയേറിയ ഒരു ആത്മീക ജീവിതത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള ആ പുതിയ സൃഷ്ടിയാകുന്ന ജീവിതത്തിലൂടെ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് മഹത്വം. ഞാൻ ഇന്ന് നിങ്ങളോട് എന്നെക്കുറിച്ച് പറയാനല്ല ഇരുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാനാണ് ഇരുന്നത്. ഞാൻ ഇന്നൊരു മാനുഷികമായ ഒരു സാക്ഷ്യം പറയുവാനല്ല നിങ്ങളുടെ മുമ്പിൽ സമയം ചെലവഴിച്ചിരിക്കുന്നത്. സാക്ഷാൽ അരുമനാഥനെ കുറിച്ച് പറയുവാനാണ്. എൻ്റെ സാക്ഷ്യം എൻ്റെ അരുമനാഥനെ കുറിച്ചാണ്, എൻ്റെ പ്രാണനാഥനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിന് മഹത്വം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, എന്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടോട്ടെ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിൽ വസിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവിനെ ആശ്രയിക്കുക. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആയിരിക്കാൻ വചനപ്രകാരമുള്ള ഒരു രൂപാന്തരത്തിലേക്ക് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നടത്തട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ദോഷവും തട്ടാതെ, ഒരനർത്ഥത്തിനും വിട്ടുകൊടുക്കാതെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. എന്നെ കർത്താവ് വഴി നടത്തുന്നു, ആ കർത്താവ് നിങ്ങളെയും വഴി നടത്തും. എന്നെ കർത്താവ് വഴി നടത്തുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ല, അല്ല അല്ല, മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണ്, കർത്താവ് നിശ്ചയിക്കുന്നത് പോലെയാണ്. കാരണം എൻ്റെ അരുമനാഥൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ ജീവിച്ച ജീവിതം, അതായത് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ച ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമല്ലായിരുന്നു, സാക്ഷാൽ പിതാവിന്റെ ജീവിതമായിരുന്നു. അപ്രകാരം തന്നെ ക്രിസ്തു വസിക്കുന്ന ഞാൻ ക്രിസ്തേശുവിന്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. ആമേൻ. യേശു ക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവനെ, ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ ക്രിസ്തുവിന്റെ ജീവിതം ജീവിപ്പാൻ സഹായിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ നിങ്ങളോട് ചോദിക്കുവാൻ തരുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ചിന്ത ആണോ നിങ്ങളെ ഭരിക്കുന്നത്, അതോ സാക്ഷാൽ ക്രൂശിലെ ആ അരുമനാഥന്റെ ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്നത്? ഡു യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടോ? താങ്ക് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവ് തലചായ്പാൻ ഇടമില്ലാത്തവനായി, തൻ്റെ ശുശ്രൂഷയെ വളർത്തുന്നവനായിട്ടല്ല, തന്നെത്താൻ കുറയുന്നവനായി ഈ ഭൂമിയിൽ ജീവിച്ചു. അപ്രകാരം തന്നെത്താൻ കുറയുന്നവനായി, എന്നാൽ കർത്താവ് നമ്മിൽ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവത്തിൽ ആർക്കെല്ലാം ജീവിക്കാൻ പറ്റുമോ അവരെല്ലാം നിത്യജീവനെ പ്രാപിക്കും. അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകത്തില്ല. ഒരു പിശാചിനും
തൊടാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ പോരാട്ടത്തിനും കാര്യമില്ല. കാരണം അവരെന്നും വിശുദ്ധീകരണത്തിന് ഏൽപ്പിക്കുന്നവരാണ്. അവരവരുടെ ജീവിതം നയിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർ തികഞ്ഞ സ്നേഹത്തിൽ വസിക്കുന്നവരാണ്. അവരെ ഭയം പിടികൂടുകയില്ല. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.